ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് മെം സീരീസിൻ്റെ ഒരു പുതിയ അധ്യായത്തിൽ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും അവസാനമായി, അതായത് 2025 ഏപ്രിൽ 1 പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, അതിനകത്തെ മാത്സിനകത്തെ ഒരു 12 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇന്ന് ഈ മെം സീരീസിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. മെം എന്ന് പറയുന്ന സീരീസിനെ മുറുകെ പിടിക്കുക. കാരണം അതിനകത്തെ മലയാളവും ഇംഗ്ലീഷും മാത്സുമാണ് വരാനിരിക്കുന്ന പരീക്ഷകളിൽ വിധി നിർണ്ണയിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കണ്ടന്റ് തരുന്നത്. 2025 ഏപ്രിൽ 1 പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റായി അതിനകത്ത് കൊടുത്തിട്ടുള്ള മാത്സ് പരിശീലിക്കാം. അതിലെ 12 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഒന്നാമത്തെ ചോദ്യം പോളിനോമിയൽ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. പോളിനോമിയലിൽ നിന്ന് പലപ്പോഴും PSC പരീക്ഷകളിൽ പലതരത്തിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന്റെ പ്രത്യേകത, ഇത് നിരന്തരമായി PSCയിൽ പോളിനോമിയൽ എന്ന് ചോദിക്കുന്ന ഒരു തരം ചോദ്യമാണ്. സാധാരണ 10ാം ക്ലാസ്സിലും പോളിനോമിയൽ പഠിക്കാനുണ്ട്, 9ാം ക്ലാസ്സിലും പഠിക്കാനുണ്ട്. അവിടെയൊക്കെ ഈ ഒരു ചോദ്യത്തെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. നന്നായിട്ട് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. പോളിനോമിയല് P(x) എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷൻ കൊണ്ടാണ് ഒരു പോളിനോമിയലിനെ സൂചിപ്പിക്കുന്നത്. P(x) എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രിയോ തേർഡ് ഡിഗ്രിയോ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തരും. അതായത് ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, P(x) സമം 4x² - 7x + 2. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? x² ആരംഭിച്ചതുകൊണ്ട്. ഒരു പോളിനോമിയൽ x² ആരംഭിക്കുന്നതെങ്കിൽ അത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് പറയപ്പെടുന്നത്. x² ഇല്ല, x മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഡിഗ്രി. x³ ഉണ്ടെങ്കിൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. x⁴ ആണെങ്കിൽ ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. പേടിപ്പിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് മാത്സ് പ്രയാസമായിട്ടുള്ള ആള് മനസ്സിലാക്കിക്കോണം. ഇതിൽ നമുക്കിതിനകത്ത് ആരെയാ മനസ്സിലാകാത്തത്? P എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ, x എന്ന് പറഞ്ഞാൽ എന്താണ്? x. ഇതിനകത്ത് നമുക്ക് 4നെ അറിയാം, -7നെ അറിയാം, +2നെ അറിയാം. ഇതിനകത്ത് നമുക്ക് പരിചയമില്ലാത്തത് x ആണ്. ഇവരവിടെ പറയുന്നത് x-ന് പകരം നിങ്ങൾ 1 കൊടുത്തിട്ട് വില കണ്ടുപിടിക്കൂ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതിനെ P(1) എന്നാണ് പറയുക. P(1) എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിൽ x കാണുന്ന ഇടങ്ങളിലെല്ലാം x-നെ മാറ്റി 1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വില കണ്ടുപിടിക്കാൻ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 4 × 1ന്റെ സ്ക്വയർ - 7 × 1 + 2. 4 × 1ന്റെ സ്ക്വയർ എത്രയാ? 4 -7 + 2. ഇവിടെ 4ഉം 2ഉം കൂടി കൂട്ടിയാൽ 6. 6 - 7. സോ ദ ആൻസർ ഈസ് -1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് P(x) എന്ന് പറയുന്ന പോളിനോമിയലിൽ x എന്ന ഒരു ലെറ്റർ മാറ്റി അവിടെ 1 എന്ന അക്കത്തെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് P(x) P(1) ആയി മാറി. P(1)ന്റെ വില -1 ആണ്. ഇവിടെ ശരിയായ ഉത്തരം -1 എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ക്ലിയർ ആണ്, അടിപൊളിയായിട്ട് മനസ്സിലായി. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിന്റെയും 13ാം പദത്തിന്റെയും തുക 40 ആയാൽ അതിൻ്റെ 24 പദങ്ങളുടെ തുക എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 12ാം പദത്തെ നമ്മൾ T12 എന്ന് പറയും, 13ാം പദത്തെ നമ്മൾ T13 എന്നും പറയും. ഒരു AP-യുടെ 11ാം പദം T11, 12ാം പദം T12, 15ാം പദം T15 എന്നൊക്കെയല്ലേ പറയുന്നത്. ഇവിടെ 12ാം പദത്തെ T12 എന്ന് പറയാം, 13ാം പദത്തെ T13 എന്നും പറയാം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 40 എന്ന് ഉത്തരം കിട്ടും. ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തെ നമുക്ക് A+11D എന്ന് പറയാം എന്നാണ് അതിനെ സൂചിപ്പിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദം എന്ന് പറയുന്നത് A+11D ആണ്. 13ാം പദം എന്ന് പറയുന്നത് A+12D ആണ്, അല്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 13ാം പദം കിട്ടാൻ 1ാം പദത്തിനോടൊപ്പം 12 തവണ പൊതുവ്യത്യാസം കൂട്ടണം. ഇതിന്റെ സിമ്പിൾ ഒന്ന്, ഈ T12 = A+11D എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒരു സമാന്തര ശ്രേണിയുടെ 12ാമത്തെ പദം കിട്ടാൻ ഒന്നാമത്തെ പദത്തോട് 11 തവണ ഡി കൂട്ടണം. അപ്പൊ ഇവിടെ ഈ 12 പകരം a+11d എന്ന് നമുക്ക് കൊടുക്കാം. ഈ T13 പകരം a+12d എന്നും കൊടുക്കാം. = 40. ഇവിടെ ഈ എയും ഈ എയും കൂടെ കൂട്ടുമ്പോൾ 2a കിട്ടും. ഈ 11dയും ഈ 12dയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 23d കിട്ടും. = 40. ഇവിടെ നിന്നോട്ടെ, ഇതുകൊണ്ട് തൽക്കാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ചോദ്യത്തിന്റെ ബാക്കി ഭാഗം വായിക്കാം. 24 പദങ്ങളുടെ ഈ എ പിയുടെ 24 പദങ്ങളുടെ തുക എത്രയാണ്? ഒരു എ പിയുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല S = n/2 × 2a + n-1 × d. ഇതാണ് ഒരു എ പിയുടെ n-ാം പദം അല്ലെങ്കിൽ ഇത്ര പദങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇപ്പൊ ഇവിടെ നമുക്ക് 24 പദങ്ങളുടെ തുകയല്ലേ വേണ്ടത്. അപ്പൊ ഈ n-ന്റെ അവിടെ 24 കൊടുക്കുക. ഈ ഫോർമുലയിൽ n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം, 24/2. ഇനി 2a എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാനില്ല, നമ്മൾ 2a എന്ന് തന്നെ എഴുതുന്നു. പ്ലസ് n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം, 24 പദങ്ങളുടെ എണ്ണമാണ് തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. 24 നിന്ന് 1 കുറച്ചാൽ 23. d തന്നെയാണ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്, 40 ആണ്. കണ്ടില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതിന് പകരം ഈ 2a + 23dക്ക് പകരമായി നമുക്ക് 24/2 എന്നിട്ട് ഇതിന് പകരമായി 40 ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2ഉം 40ഉം കൂടെ വെട്ടിപ്പോകുന്നു 20 പ്രാവശ്യം. ഓക്കെ, 24 × 2 എത്രയാ? 48. ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 480. അവിടെ ഉത്തരമുണ്ട്. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ, ഒരു തവണ കൂടി പറയും, വ്യക്തമായി കേൾക്കണം. ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തെ T12 എന്ന് എഴുതും, 13ാം പദത്തെ T13 എന്ന് എഴുതും. 12ാം പദത്തെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? a+11d എന്ന് സൂചിപ്പിക്കാം. 13ാം പദത്തെ എങ്ങനെ സൂചിപ്പിക്കാം? a+12d എന്ന് സൂചിപ്പിക്കാം. 12ാം പദവും 13ാം പദവും കൂടെ കൂട്ടിയാൽ 40 കിട്ടും. ക്ലിയർ ആണ്? 12ാം പദത്തിന് പകരം a+11d, 13ാം പദത്തിന് പകരം a+12d = 40. എയും കൂട്ടി 2a, 11dയും 12dയും കൂടെ കൂട്ടിയപ്പോൾ 23d. ഈ സാധനം ഇവിടെ വെച്ചിട്ട് നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി പോയപ്പോൾ സമ്മിന്റെ ഇക്വേഷൻ വേണം. ഇക്വേഷൻ നമുക്കറിയാം, S = n/2 × 2a + n-1 × d. ഇക്വേഷൻ എഴുതി. ഇവിടെ n എന്ന് പറഞ്ഞാൽ 24 പദങ്ങളാണുള്ളത്, 24/2. 2a + n- ഇത് കേട്ടോ, ഇവിടെ 2a തന്നെയാണ്. n-1 എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറയ്ക്കുക, 23. d തന്നെയാണ്. ഇതിന് പകരം നമ്മൾ 40 എഴുതി, നമ്മൾ സോൾവ് ചെയ്തു, 480 എന്ന് ഉത്തരം കിട്ടി. സെറ്റാണ്, അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഇത് നല്ല ഗുണം ചെയ്യൂടാ നിങ്ങൾക്ക്. ഈ മെം സീരീസ് നല്ല ഗുണം ചെയ്യും. കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്, PSC ബുള്ളറ്റിനിൽ വന്ന ചോദ്യങ്ങളും കൂടെയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നിരന്തരമായി നിങ്ങൾ ചെയ്ത് പഠിക്കണം. മെമ്മ് കൈവിടരുത്, മെമ്മ് മുറുകെ പിടിച്ചു വേണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. x to y = 3:4, y to z = 3:5. അങ്ങനെയാണെങ്കിൽ x to y to z. PSC ചോദിച്ച് ഇങ്ങനെ കുറേ നാളുകൊണ്ടേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് 3ാമത്തെ ചോദ്യമായി കാണുന്നത്. 1, 2, 3 ചോദ്യങ്ങൾ നിരന്തരമായി PSC പരീക്ഷയിൽ മാത്സ് വിഭാഗത്തിൽ നിന്ന് കാണുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇതിൽ ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെ മാത്സ് ആണ്. മെന്റൽ എബിലിറ്റി ഇല്ല. മെന്റൽ എബിലിറ്റി നമുക്ക് അടുത്ത മെം സീരീസിൽ, ഇത് തീർന്നിട്ട് വരുന്ന മെം സീരീസ് നമുക്കൊരു മെന്റൽ എബിലിറ്റി പാർട്ട് ഇതുപോലെ 10 12 ചോദ്യം എടുത്ത് നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ x to y = 3:4, y to z = 3:5. അങ്ങനെയാണെങ്കിൽ x to y to z എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് x വേണം. x to y to z ആണ് വേണ്ടത്, അല്ലേ? ആണ്. x to y to z വേണം. നമുക്ക് ഒന്നാമത്തെ സെന്റൻസിൽ എന്താ തന്നിട്ടുള്ളത്? x to y തന്നിട്ടുണ്ട്. എത്രയാ? 3:4. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ സെന്റൻസിൽ തന്നിരിക്കുന്ന കാര്യത്തെ നമ്മൾ ഇവിടെ ഒന്നാമത്തെ സെന്റൻസ് 1, അതില് x 3 എന്നും അതേപോലെ y 4 എന്നുമാണ് തന്നിട്ടുള്ളത്. അത് അതിന്റെ താഴെ അതിന്റെ വാല്യൂസ് അങ്ങ് എഴുതുക. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ എന്താ തന്നിരിക്കുന്നത്? y to z = 3:5. നമുക്ക് രണ്ടാമത്തെ സെന്റൻസിൽ അത് എഴുതാം. രണ്ടാമത്തെ സെന്റൻസിൽ വൈയുടെ താഴെ 3ഉം y to z എന്നാണ്. ശ്രദ്ധിക്കണം, y to z എന്നാണ്. എക്സിന്റെ അവിടെ പോയി 3 എഴുതരുത്. വൈയുടെ അവിടെ 3ഉം
ഇസഡിൻ്റെ അവിടെ 5 എഴുതുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്ത് വേണം? ഇവിടെ ഇങ്ങനെ ഒരു വര ഇടുന്നു. x=y=z വേണം, z വേണം. അത് കിട്ടാൻ ഇവിടെ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗുണനം വെച്ച് കൊടുക്കണം. അപ്പോൾ 9 കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗുണനം വെക്കണം, അപ്പോൾ 12 കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗുണനം വെക്കണം, അപ്പോൾ 20 കിട്ടും. 9:12:20 ആണ് പിള്ളേരെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ക്ലിയർ ആണ്. നല്ല സെറ്റായിട്ട് പഠിച്ചെടുക്കണം. അടുത്ത ചോദ്യത്തിലേക്ക്. രാമു 6% കൂട്ടുപലിശ കിട്ടുന്ന ഒരു ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിഞ്ഞ് രാമുവിന് കിട്ടുന്ന കൂട്ടുപലിശ എന്ത്? കൂട്ടുപലിശ ചോദിക്കാത്ത ഒരു പരീക്ഷ ഇതുവരെ PSCയിൽ കടന്നുപോയിട്ടുണ്ടോ? പലിശ, കൂട്ടുപലിശ എന്ന് പറയുന്ന ചാപ്റ്റർ സ്പർശിക്കാതെ PSCയിൽ ഒരു പരീക്ഷകളും ഇതുവരെ കടന്നു പോയിട്ടില്ല. നന്നായി പഠിച്ചെടുക്കണം ആ 2 ചാപ്റ്ററുകൾ. പലിശയും കൂട്ടുപലിശയും വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. നമുക്കിവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം എന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ, 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൂട്ടുപലിശ കണക്കാക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഇങ്ങനെയാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. A is equal to P into 1 plus R divided by 100 the whole raised to n. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഫോർമുലയെ കുറിച്ച് ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. ഈ ഫോർമുലയ്ക്ക് ഒരു പ്രത്യേകത, ഈ ഫോർമുല എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഇതിനകത്ത് A എന്ന് പറഞ്ഞാൽ എമൗണ്ട് നമുക്ക് എത്രയാണോ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്നത്, കൂട്ടുപലിശ അടക്കം, അതാണ് A. ഓക്കെ, എമൗണ്ട് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ഫ്രം ബാങ്ക് ഇൻക്ലൂഡിങ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അടക്കം ബാങ്കിൽ നിന്ന് നമുക്ക് എന്ത് തിരികെ കിട്ടും, അതാണ് ഇവിടുത്തെ A എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. P എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടത്, പ്രിൻസിപ്പൽ എമൗണ്ട്, മൂലധനം. ഇവിടെ 10,000 രൂപയാണ് ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്നത്. പിയുടെ സ്ഥലത്ത് 10,000 എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ഇനി +1 + R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 6%, 6/100. ദ ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ വർഷം. എത്ര വർഷത്തേക്കായത്? ഈ പരിപാടി 2 വർഷത്തേക്കാണ്, ആണല്ലോ? ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. കണ്ടോ, 10,000 1 × 100 എത്രയാ? 100. 100ഉം 6ഉം എത്രയാ? 106/100. ഇതുപോലെ 2 തവണയുണ്ട് ഇവിടെ, കണ്ടോ? ഓക്കെ, 106/100. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 0യും ഈ 2 0യും ക്യാൻസൽ, ഈ 2 0യും ഈ 2 0യും ക്യാൻസൽ. 106 × 106 എത്രയാണ്? 11,236 എന്ന് 106നെ 106 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ കിട്ടുന്ന ഉത്തരം ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന എമൗണ്ട് ആണ്. ഇതിൽ നമ്മൾ കൊടുത്ത മൂലധനം, നമ്മൾ അവിടെ കൊണ്ടിട്ട പൈസയുമുണ്ട്, നമുക്ക് കിട്ടിയ കൂട്ടുപലിശയുമുണ്ട്. അപ്പോൾ ഈ 11,236 എന്ന് പറയുന്നത് ഇതിനകത്ത് മൂലധനമുണ്ട് പ്ലസ് കൂട്ടുപലിശയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് 11,236. നിങ്ങൾക്ക് കൂട്ടുപലിശ മാത്രം മതിയെങ്കിൽ 11,236 നിന്നും 10,000നെ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 1,236 എന്ന് ഉത്തരം കിട്ടും. 1,236 ആണ് ഈ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 4 കഴിഞ്ഞു, അടുത്ത 5. ഓക്കെ, 2, 6, 10 എന്ന് തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണിയുടെ 68ാമത്തെ പദവും 72ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദം എങ്ങനെ എഴുതും? A + 10D. എന്നാൽ 20ാം പദം എങ്ങനെ എഴുതും? A + 19D. അങ്ങനെയാണെങ്കിൽ 68ാമത്തെ പദം എങ്ങനെ എഴുതും? T68 എങ്ങനെ എഴുതുക? A പ്ലസ് പറഞ്ഞോ A + 67D എന്നല്ലേ എഴുതുക. അങ്ങനെയാണെങ്കിൽ 72ാം പദത്തെ എങ്ങനെ എഴുതും? T72 = A + 71D. കണ്ടോ, ഇങ്ങനെ നമ്മൾ എഴുതും.
ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2, 6, 10 എന്ന സമാന്തര ശ്രേണിയുടെ 68ാമത്തെ പദവും 72ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, ഇതിനകത്ത് ഈ ഒരു ടേമിൽ നിന്നും 72ാമത്തെ ടേമിൽ നിന്നും 68ാമത്തെ ടേമിനെ നമുക്ക് കുറയ്ക്കണം. അപ്പോൾ 72ാമത്തെ ടേം ഇതല്ലേ, a+71d. അതിൽ നിന്ന് കുറയ്ക്കണം. ആരെ കുറയ്ക്കണം? a+67d കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ തമ്മിലുള്ള വ്യത്യാസം കിട്ടും. ഇത് കുറയ്ക്കാൻ ഈ എയും ഈ മൈനസ് എയും ഈ ബ്രാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാമോ? ഓപ്പൺ ചെയ്യുമ്പോൾ a+71d ഓക്കെ മൈനസ് ഓഫ് എ, മൈനസ് കൊണ്ട് എ എങ്കിലേ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആവുള്ളൂ. മൈനസ് ഇൻറ്റു ഇവിടുത്തെ പ്ലസ് -67d എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഈ എയും ഈ മൈനസ് എയും കൂടെ കുറയ്ക്കുമ്പോൾ 0 കിട്ടും. ഇനി 71dയിൽ നിന്നും 67d കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4d എന്ന് കിട്ടും. 4d ആണ് ഇവിടുത്തെ ഉത്തരം. d എത്രയാണ്? 2ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ d എന്ന് പറയുന്നത്, അല്ലേ? 4 അല്ലേ? അപ്പം 4 × 4 എത്രയാണ്? 16. സോ ഉത്തരം 16 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞേ, ഒരു സമാന്തര ശ്രേണിയുടെ 68ാമത്തെ പദവും 72ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. 68ാമത്തെ പദത്തെ നമ്മൾ എങ്ങനെ എഴുതും? a+67d. 72ാമത്തെ പദത്തെ എങ്ങനെ എഴുതും? a+71d. അവ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എങ്ങനെ എഴുതും? a+71d -a+67d. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 4d എന്ന് കിട്ടുന്നു. ഈ d എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 2ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 4d എന്ന് പറഞ്ഞാൽ 4 × 4 4 × 4 എത്രയാണ്? 16. സോ ഇവിടെ 68ാമത്തെ പദവും 72ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 16 ആണ് എന്ന് കിട്ടും. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യമാണ്. ഓക്കെ, 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ശ്രദ്ധിക്കണം, 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 കുറച്ചാൽ പുതിയ ശരാശരി എത്ര? 10 സംഖ്യകളുണ്ട്. ഒന്നാമത്തെ സംഖ്യ x1, രണ്ടാമത്തെ സംഖ്യ x2, മൂന്നാമത്തെ സംഖ്യ x3, ഇങ്ങനെ 10 സംഖ്യകളുണ്ട്. ഈ 10 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സംഖ്യയിൽ നിന്നും ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, ഇങ്ങനെ ഓരോ സംഖ്യയിൽ നിന്നും നമ്മൾ 3നെ കുറയ്ക്കുന്നു. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമ്മൾ 3 കുറയ്ക്കുകയാണെന്ന് വിചാരിച്ചോ. എല്ലാ നമ്പറിൽ നിന്നും നമ്മൾ 3 കുറയ്ക്കുന്നു. അപ്പൊ എന്താണ് ശരാശരിയിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ശരാശരിയിൽ നിന്നും ഒരു 3 കുറയും. അപ്പോൾ 12ൽ നിന്ന് 3 കുറച്ചാൽ ഉത്തരം 9. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതായത് 10 സംഖ്യകളുടെ ശരാശരിയാണ് 12. ഓരോ സംഖ്യയിൽ നിന്നും ഈ 10 സംഖ്യയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും അങ്ങനെ എല്ലാ സംഖ്യകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 കുറയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരാശരിയിൽ എന്ത് വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ, ശരാശരിയിൽ ഒരു 3 കുറയും, അത്ര തന്നെ. 5 സംഖ്യകളുടെ ശരാശരി 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സംഖ്യയിൽ നിന്നും 1 കുറച്ചാൽ എന്ത് സംഭവിക്കും? ശരാശരിയിലും 1 കുറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ് എന്ന് നോക്കാം. നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 20% ലാഭത്തിൽ ഒരു വസ്തു വിറ്റാൽ 60 രൂപ കിട്ടും എങ്കിൽ വാങ്ങിയ വില എന്താ? ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് x ആണ്. എന്തായാലും 20% ലാഭത്തിൽ വിറ്റു. ഒരു വസ്തു അതേ വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ 100% വിറ്റു എന്നാണ് പറയുക. ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ, ഇപ്പം 20% ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും ആ വസ്തുവിനെ നമ്മൾ 120% വിറ്റു എന്നാണ് പറയുക. അപ്പോൾ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ വില x ആണ്. ആ വസ്തുവിൻ്റെ യഥാർത്ഥ വില x ആണ്. അതിൽ ഇയാൾ ഈ ഒരു സാധനത്തെ വിറ്റപ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ x × 120/100. ഇങ്ങനെ കിട്ടിയ എമൗണ്ട് 60 രൂപയാണ്. ഇത് x എന്താണ്? ആ സാധനത്തിന്റെ യഥാർത്ഥ വില. ഈ 120 എവിടെ നിന്ന് വന്നു? 20% ലാഭം കിട്ടിയത് കൊണ്ട്. ആ 20% ലാഭം എത്രയാണ്? 60 രൂപയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി ഈ സാധനത്തെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ x =
ഈ 120/100 അപ്പുറത്ത് പോകുമ്പോൾ 60 ഓൾറെഡി ഉണ്ട്, ഈ 100/120 എന്നാകും. ഓക്കെ, ആകും. ഇനി ഈ 0യും ക്യാൻസൽ ആകും. ഈ 12ഉം ഈ 6ഉം ക്യാൻസൽ ആകും. ഇവിടെ 1, ഇവിടെ 2. ഇതും ക്യാൻസൽ ആകും 5 തവണ. 5 × 10 50. 50 രൂപയാണ് അതിൻ്റെ യഥാർത്ഥ വില. 50 രൂപയാണ്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല, വളരെ എളുപ്പമല്ലേ. ഒരു സാധനത്തിന്റെ യഥാർത്ഥ വില നമുക്ക് അറിയത്തില്ല. എക്സ് 20% ലാഭത്തിൽ വിൽക്കുന്നു, 120%. എക്സിന്റെ 120% എന്ന് പറയുന്നത് 60 ആ ലാഭം. 20% ലാഭത്തിൽ വിറ്റപ്പോൾ 60 രൂപ കിട്ടി. അപ്പൊ അതിന്റെ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ മാത്രം ഒന്നതാ. ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഉത്തരം നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 8ാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഒരു ജോലി 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഒരു ജോലി 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, 20 days. ബി അതേ ജോലിയെ 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീരും? രണ്ടുപേർ ഒരുമിച്ച്, ശ്രദ്ധിച്ച് കേൾക്കണം. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് ഇവിടെ കാണുന്നത്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത, ഒരാൾ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് തരും, രണ്ടാമത്തെ ആൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് തരും. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല XY / X + Y. ഇതാണ് ഫോർമുല. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 20, Y എന്ന് പറഞ്ഞാൽ ഇവിടെ 30. അപ്പോൾ 20 × 30 / 20 + 30. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ 20, 30 കൂടെ കൂട്ടുക 50, 20 × 30 അതുപോലെ എഴുതുക. എന്നിട്ട് ഈ 0 ക്യാൻസൽ, ഇത് ക്യാൻസൽ ആവും. 4, 4, 3, 12. 12 ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും എന്ന് കിട്ടും. ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഇതാണ് ഫോർമുല. ഈ ഫോർമുല മാത്രം അറിയാവുന്ന ഒരു കുട്ടിക്ക് എൻ്റെ ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് നടന്നും ഓടിയൊക്കെ എത്താൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത, ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് തരും. ഒരാൾ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് തരും. രണ്ടാമത്തെ ആളും അതേ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് തരും. രണ്ടുപേരും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചാൽ ഫോർമുല XY / X + Y, AB / A + B എന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിപ്പിക്കുന്നവരും ഉണ്ട്, ഇങ്ങനെ പഠിപ്പിക്കുന്നവരും ഉണ്ട്. ഓക്കെ, ഒരു TV കമ്പനി ഒരു പ്രത്യേക ഇനം TVയുടെ വില വർഷം തോറും 5% കുറയ്ക്കുന്നു. TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ TVയുടെ വില എന്താകും? ഒരു കമ്പനി ഒരു പ്രത്യേക TV ഉണ്ട്. ആ TVയുടെ വില വർഷം തോറും 5% വീതം കുറച്ച് പോവുകയാണ്. TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോഴുള്ള TVയുടെ വില എന്താ? ഈ ചോദ്യത്തെ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുപലിശ എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ എടുത്താൽ നിങ്ങൾക്ക് അവിടെ ഈ ചോദ്യത്തെ കാണാം. ഇമാതിരി ചോദ്യം കാണാം. കൂട്ടുപലിശയിൽ ഒറ്റ ഫോർമുല മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താ ഫോർമുല? A = P × 1 + R / 100 the whole raised to n. അല്ലേ? ആ ഫോർമുലയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്, അല്ലേ? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു പ്ലസ് ഇടേണ്ട സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ്, അല്ലേ? ഇവിടെ വില കുറയുന്നു എന്ന് കണ്ടോ? കുറയുന്നു എന്ന് കണ്ടാൽ ഇവിടെ നമ്മളൊരു മൈനസ് കൊടുക്കണം. കൂടുന്നു എന്ന് കണ്ടാൽ പ്ലസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു മൈനസ് കൊടുത്തു വേണം. ആ കൂട്ടുപലിശയുടെ ഫോർമുലയിൽ ഇവിടെ ഒരു മൈനസ് കൊടുക്കാൻ കാരണം എന്താണ്? ഓരോ വർഷം തോറും ഈ TVയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് കൊടുത്തത്. TVയുടെ വില കൂടിയാൽ അവിടെ പ്ലസ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലായിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 8000 രൂപയാണ് ഇതിൻ്റെ വില എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8000 × 1 - R / 100. 1 - R / 100 എന്ന് പറയുമ്പോൾ 1 - R 5% അല്ലേ? 5/100 അല്ലേടെ ആണ്. ദ ഹോൾ റൈസ് എത്ര വർഷമാണ്? 2 വർഷം. 2. അപ്പോൾ 8000, 1 × 100 എത്രയാണ്? 100. 100 ൽ നിന്ന് 5 പോയാൽ 95. അപ്പോൾ 8000 × ഇത് ഇത്രയും സോൾവ് ചെയ്തത് കണ്ടോ? ഈ 100നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 100. 100ൽ നിന്ന് 5 പോയാൽ 95. 95/100. ഇത് 2 തവണ എഴുതണം എങ്കിലേ ശരിയാവത്തുള്ളൂ. 95/100. കണ്ടോ? ഈ 2 0യും ഈ 2 0യും ക്യാൻസൽ. ഈ 1 0യും ഈ 1 0യും ക്യാൻസൽ.
ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ ഗുണിക്കണം. 95ഉം 95ഉം 8ഉം കൂടെ ഗുണിക്കണം. എന്നിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഈ 8ഉം 95ഉം 95ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൽ ഏതൊക്കെയാണ്? 95 ഇൻറ്റു 95 നിങ്ങൾക്ക് മൾട്ടിപ്ലൈ അറിയാലോ. എന്നിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വേണ്ട, നമ്മൾ 8 കൊണ്ട് എന്നിട്ട് ഡിവൈഡ് ബൈ 10. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി ഒരു കുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊന്ന് വെട്ടുന്നു. എത്ര പ്രാവശ്യമാണ്? 2 കൊണ്ടാണ് വെട്ടുന്നത് കേട്ടോ. 5 തവണ. ഇവിടെ ഞാൻ വെട്ടുന്നു 4 തവണ. 2 കൊണ്ട് വെട്ടി. ഇനി 5 കൊണ്ട് ഇവിടെ 1 തവണ വെട്ടുന്നു. ഇവിടെ വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് എത്ര തവണയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 19 തവണ. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 19 ഇൻറ്റു 95 എത്രയെന്ന് നോക്കിയാൽ മതി. 19 ഇൻറ്റു 95, 95 ഇൻറ്റു 19, 9 5 45, 5 ശിഷ്ടം 4, 9 9 81, 85. ഇവിടെ ഒരു 5, ഇവിടെ ഒരു 9. നോക്കൂ, 5 0 ബാക്കി 1. ഓക്കെ, ഇങ്ങനൊരു ഉത്തരമുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. 1805, 1995. ഇനി ഒരു 4 കിടപ്പുണ്ട്, അത് ഞാൻ കണ്ടില്ല. ഈ 4ഉം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1805 ഇൻറ്റു 4ഉം കൂടിയുണ്ട്. അപ്പോൾ 0 ബാക്കി 2. ഇവിടെ 2 വരുന്നു. 8 4 32, 2 ശിഷ്ടം 3 3 7. 7220 ഉണ്ടോ? ഹാജരുണ്ടോ? ഹാജരുണ്ട്. അപ്പോൾ ഒരു ടിവിയുടെ ഇപ്പോഴത്തെ വില 8000 രൂപ. ഓരോ വർഷം കഴിയുന്തോറും 5% വീതം ടിവിയുടെ വില കുറഞ്ഞു വരുന്നു. അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ ഈ ടിവിയുടെ വില 7220 ആകും. കൂട്ടുപലിശ എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ഫോർമുലയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് എന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങളൊരു നോട്ടിൽ വ്യക്തമായി ഇതെല്ലാം എഴുതി വെക്കണം. മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം. കാരണം ഇത് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു സാധനമാണ്. ഒരിക്കലും ഇതിനകത്തൊരു ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. എ ഡിവിഷനിൽ 30 പേരുണ്ട്. എ എന്ന് പറയുന്ന ഒരു ഡിവിഷനിൽ, ഒരു ക്ലാസ്സിലെ എ ഡിവിഷനിൽ ആകെ 30 കുട്ടികളുണ്ട്. 30 കുട്ടികൾ. ഓക്കെ, അവരുടെ ശരാശരി മാർക്ക് 60 ആണ്. അപ്പം എ ഡിവിഷനിലെ ആകെ മാർക്ക് എത്രയാണ്? എ ഡിവിഷനിലെ ആകെ മാർക്ക്, എ ഡിവിഷനിൽ ആകെ 30 കുട്ടികളുണ്ട്. അപ്പോൾ എ ഡിവിഷനിലെ ആകെ മാർക്ക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 കുട്ടികളുണ്ട്. അവരുടെ ശരാശരി മാർക്ക് 60 ആണ്. അപ്പോൾ ആകെ മാർക്ക് കണ്ടുപിടിക്കാൻ 30 കുട്ടികൾ, 60 ശരാശരി, മൊത്തം മാർക്ക് 180. ബിയിൽ എത്ര കുട്ടികളുണ്ടടാ? ബിയിൽ 45 കുട്ടികളല്ലേ ഉള്ളത്. അപ്പം ബിയിലെ ആകെ മാർക്ക് എത്രയായിരിക്കും? ആകെ മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ ബിയിലുള്ള കുട്ടികളുടെ എണ്ണം 45 ഇൻറ്റു 90. 45 ഇൻറ്റു 90 എത്രയെന്ന് കിട്ടും? 45 ഇൻറ്റു 90 എന്ന് പറയുന്നത് 4000. ഇവിടെ നമ്മൾ 2 ഇല്ലേ, 1800. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ എത്ര കിട്ടും? 4050. ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, 4050. അപ്പം എ ഡിവിഷനിലെ ആകെ കുട്ടികളുടെ എണ്ണം 30, അവരുടെ ശരാശരി 60 ആയാൽ അവിടുത്തെ ടോട്ടൽ മാർക്ക് 1800. ബി ഡിവിഷനിൽ 45 പിള്ളേരുണ്ട്, ശരാശരി മാർക്ക് 90 ആയാൽ ടോട്ടൽ മാർക്ക് 4050. അങ്ങനെ ഇവിടെ എയിലും ബിയിലും കൂടിയുള്ള ആകെ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 4050ഉം 1800ഉം. അപ്പോൾ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ 4080 അല്ലേ? ഇവിടെ നമ്മൾ കൂട്ടിയത് 4050 അല്ലേ? 4050 പ്ലസ് 1800, 0 5 8 5, 5850. ഇതാണ് ടോട്ടൽ മാർക്ക്. ഈ 2 ക്ലാസ്സിലെയും കുട്ടികളുടെ ടോട്ടൽ മാർക്കാണ്. ഇനി പുതിയ ശരാശരി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആകെ പിള്ളേരുടെ എണ്ണം 30ഉം 45ഉം കൂട്ടിയാൽ 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5850 നമ്മൾ എത്ര കൊണ്ട്? 75 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 78 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കണം, നമുക്ക് ആൻസർ 78 എന്ന് കിട്ടും. 78 ആൻസർ ഉണ്ടോ? ഉണ്ട്. എ ആണത്. ക്ലിയർ ആയപ്പോൾ ഇതൊക്കെ നല്ല ചോദ്യം. ഇതൊക്കെ പക്ക ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ്. ഇനിയിപ്പോൾ ഡിഗ്രി ലെവലെന്നോ അതിനൊരു LGS ലെവലെന്നോ ഒന്നുമില്ല, +2 ലെവലെന്നൊന്നുമില്ല. എല്ലാ പരീക്ഷകളിലും ഈ ചോദ്യം. ഇതൊക്കെ മാത്സിൻ്റെ സിഗ്നേച്ചർ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാം. മാത്സിൻ്റെ കയ്യൊപ്പുള്ള, മാത്സിൻ്റെ എല്ലാ ചേരുവകളും ചേർന്ന ചോദ്യങ്ങളാണ് എന്ന് പറയാം. ഇതെല്ലാം ഈ 10 ചോദ്യങ്ങൾ, നമ്മളിപ്പോൾ ചെയ്ത 10 ചോദ്യങ്ങളും അത്തരത്തിലൊരു ചോദ്യമാണ്. ഇവിടെ അടുത്തൊരു ചോദ്യം,
രണ്ട് സംഖ്യകളുടെ തുക 47 ആണ്. അവയുടെ വ്യത്യാസം 43 ആണ്. ഈ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ഇതാണ് ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുക 47, അവയുടെ വ്യത്യാസം 43 എങ്കിൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ഇവിടെ നമുക്ക് സംഖ്യകളെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒറ്റ വഴി സംഖ്യകൾ. രണ്ട് സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തുകയും വ്യത്യാസവും കൂട്ടണം, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു നമ്പർ കിട്ടും. രണ്ടാമത്തെ നമ്പറിനെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് തുകയിൽ നിന്നും വ്യത്യാസത്തെ കുറയ്ക്കണം, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ തുക എത്രയാണ്? 47. വ്യത്യാസം എത്രയാണ്? 43. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു നമ്പർ കിട്ടും. രണ്ടാമത്തെ നമ്പർ കിട്ടാൻ തുകയിൽ നിന്ന് വ്യത്യാസത്തെ കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 47ഉം 43ഉം എത്രയാണെന്ന് ചോദിച്ചാൽ 90 ഡിവൈഡ് ബൈ 2 45. ഒരു നമ്പർ കിട്ടി. 47ൽ നിന്ന് 43 പോയാൽ 4 ഡിവൈഡ് ബൈ 2 2 എന്ന് കിട്ടുന്നു. ഓക്കെ, 45ഉം 2ഉമാണ് ഈ നമ്പറുകൾ. നിങ്ങൾ നോക്കൂ, ഈ രണ്ട് സംഖ്യകളെ കൂട്ടിയാൽ 47 കിട്ടൂലേ? കിട്ടും. വ്യത്യാസം 43 അല്ലേ? ആണ്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ രണ്ട് സംഖ്യകളുടെ തുക തന്നു, രണ്ട് സംഖ്യകളുടെ വ്യത്യാസം തന്നു. ഇവയുടെ ഗുണനഫലം എന്താണ് എന്ന് ചോദിച്ചാൽ സംഖ്യകളെ ആദ്യം കണ്ടുപിടിക്കണം. ഒരു സംഖ്യ 47ഉം ഒരു സംഖ്യ എത്രയാണ്? 2 ആണ്. അല്ല, 45ഉം 2 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 90 എന്ന് കിട്ടും. ഇവിടെ ഈ രണ്ട് സംഖ്യകളെ കണ്ടുപിടിക്കുക എന്നുള്ള ജോലിയാണുള്ളത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 90. ക്ലിയർ ആണ്? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നീലയും പച്ചയും രണ്ട് ചായങ്ങളുണ്ട്. ഇവിടെ നീലച്ചായം, ഇവിടെ പച്ചച്ചായം. രണ്ട് ചായങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്, നീലയും പച്ചയുമായിട്ടുള്ള ചായങ്ങൾ. ഇത് രണ്ടും 3:5 എന്ന അംശബന്ധത്തിലെടുത്ത് കലർത്തി, മിക്സ് ചെയ്തു. അങ്ങനെ കലർത്തിയപ്പോൾ നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. അപ്പൊ നീല എത്ര കലർത്തി നമുക്ക് അറിഞ്ഞുകൂടാം, അവരുടെ റേഷ്യോ മാത്രമേ അറിയാവൂ. ഇവിടെ ഈ ഒരു മിക്സ് ചെയ്യാൻ എടുത്ത നീലയുടെ അളവ് എത്രയാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 3 എന്ന് പറയാൻ പറ്റത്തില്ല, 3x എന്ന് പറയാം. 3 എന്ന് പറഞ്ഞ റേഷ്യോയാണ്. ഇവിടെ നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച നീലയുടെ അളവ് 3x. അങ്ങനെയാണെങ്കിൽ പച്ചയുടെ അളവ് എത്രയാന്ന് ചോദിച്ചാൽ 5x. ഇതിപ്പം ഓരോന്നിനും നീലയുടെ അളവ് എടുത്തു, പച്ചയുടെ അളവ് എടുത്തു. ഇത് രണ്ടും കലർത്തിയപ്പോൾ നമുക്കൊരു മിക്സർ, പുതിയൊരു കളർ കിട്ടി. നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. നമ്മൾ നീല എത്ര എടുത്തോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ പച്ച 12 ലിറ്റർ കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പച്ചയുടെ അളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 12 ലിറ്റർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മിക്സ് ചെയ്യാൻ നീലയേക്കാൾ 12 ലിറ്റർ കൂടുതൽ പച്ച എടുത്തു എന്ന് പറഞ്ഞാൽ പച്ചയുടെ അളവ് 5x നീലയുടെ അളവ് 3x ആണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 12 ലിറ്റർ. 5xൽ നിന്ന് 3x കുറച്ചാൽ 2x സമം 12 ലിറ്റർ. x സമം 12/2, സോ 6 ലിറ്റർ എന്ന് കിട്ടി. ഓക്കെ, 6 എന്ന് ഉത്തരം ചിലപ്പോൾ ഇവിടെ കൊടുത്തിരിക്കും. നിങ്ങൾ 6 എടുത്ത് എഴുതും. 6 ഉത്തരമാണോ? എത്ര ലിറ്റർ നീല എടുത്തു എന്നാണ് ചോദ്യം. എത്ര ലിറ്റർ നീല എടുത്തു എന്ന് ചോദിച്ചാൽ നീലയുടെ അളവ് 3x ആണ്. x ആണ് നമുക്ക് 6 ലിറ്റർ എന്ന് കിട്ടിയത്. അപ്പൊ 6 എടുത്ത് ഇവിടെ എഴുതണം, എക്സിന്റെ അടുത്ത് എഴുതണം. അപ്പൊ 3 × 6 18 ലിറ്റർ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 18 ലിറ്റർ. 18 ലിറ്റർ ആണ് ഉത്തരം. എടാ ശ്രദ്ധിക്കണം, ഒരു ബക്കറ്റിൽ നീലയും വേറൊരു ബക്കറ്റിൽ പച്ച കളറും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ നമുക്കൊരു പുതിയ കളർ കിട്ടി. നീല എന്ന് പറയുന്ന ഒരു നിറം ഒരു ബക്കറ്റിൽ ഇരിപ്പുണ്ട്, പച്ച നിറം ഒരു ബക്കറ്റിൽ ഇരിപ്പുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പുതിയ കളർ ഉണ്ടാക്കുകയാണ്. നീലയുടെ അളവും പച്ചയുടെ അളവും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് 3:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. നീല എത്ര എടുക്കുന്നു എന്ന് ചോദിച്ചാൽ 3x, പച്ച എത്ര എടുക്കുന്നു എന്ന് ചോദിച്ചാൽ 5x. നമ്മൾ അതിൻ്റെ അളവെടുത്തു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു പോയിന്റ് തന്നത് നീല എടുത്തതിനേക്കാൾ കൂടുതൽ 12 ലിറ്റർ പച്ചയുണ്ടെന്ന്. എന്ന് വെച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്. നീലയും പച്ചയും തമ്മിലുള്ള വ്യത്യാസം 12 ലിറ്റർ ആണ്. പച്ച നീല വ്യത്യാസം 12 ലിറ്റർ. അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ആ എക്സിൻ്റെ വാല്യൂ എടുത്താൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉപയോഗിച്ച
നീലയുടെ അളവ് കിട്ടും. പച്ചയുടെ അളവാണ് കിട്ടേണ്ടതെങ്കിൽ ഈ 6 എടുത്ത് ഈ എവിടെ കൊടുത്താൽ മതി. ഇതാ നോക്കൂ, അപ്പോൾ 6 × 5 എത്ര? 30x എന്ന് കിട്ടും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 12 അല്ലേ? അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരവും കിട്ടി. അങ്ങനെ നമ്മൾ ഈ ചോദ്യത്തിൽ നിന്നും വിടവാങ്ങി. മെം സീരീസ് തുടരാനുള്ള പ്രചോദനം നിങ്ങളായിരിക്കണം. കാരണം മെം സീരീസ് തുടരേണ്ടത് എൻ്റെ ആവശ്യമാണോ? അല്ല, നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്, നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, PSC പരീക്ഷ എഴുതുന്നവർക്കെല്ലാം ഇങ്ങനെ ഒരു സീരീസിനെ കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയുക. കാരണം നമുക്കറിയാം യൂട്യൂബിൽ വളരെ 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 വ്യൂസ് കുറവാണ്. അപ്പോൾ നമുക്ക് പഴയ ഒരു രീതിയിലോട്ട് ഹാജാസ് ക്ലാസ്സസിനെ യൂട്യൂബ് ചാനലിനെ കൊണ്ടുവരണം. നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന പരാതി ഒന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മൾ ജോലി നിയമനങ്ങൾ ഒന്നാണെങ്കിലും നടന്നാൽ അത് എനിക്കുള്ളതാണ് എന്ന് വെച്ച് പഠിക്കുക. നമുക്കൊരു പരാതികളും പറയാൻ വേണ്ടി പോണ്ട. നമുക്ക് നമ്മുടെ കർമ്മം കൃത്യമായി ചെയ്യുക, നമുക്ക് റിസൾട്ട് കൃത്യമായിട്ട് കിട്ടും. പഠിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല. മെം സീരീസ് നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ നന്നായി പരിശ്രമിക്കും. അപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവണം. നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക. വെറുതെ വന്ന് 200 പേര് കണ്ടാൽ 200 കമൻറ്റ് അവിടെ വീഴണം. അങ്ങനെ 200 കമൻറ്റ് വീഴുമ്പോഴാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ്, നമുക്കറിയാലോ ഈ വീഡിയോ എത്ര പേര് കാണും? 200, 250 അല്ലെങ്കിൽ 300 പേര് കാണും. ഈ 300 അഭിപ്രായങ്ങൾ വീഴണം. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിയാൽ അവിടെ കാശ് കൊടുക്കാറുണ്ട്. ആ കാശാണ് നിങ്ങളിവിടെ കൊടുക്കുന്ന കമൻറ്റ്. ഒരു കമൻറ്റ്, ബെസ്റ്റ്, വേസ്റ്റ്, എന്ത് വേണമെങ്കിലും. ഓക്കെ, താങ്ക് യു, ഒരു ലവ്, ഒരു ഹാർട്ട്, ഇതൊക്കെ ഇട്ടിട്ട് പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.